നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഡീപ് ഫ്രൈ BDF എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനൊരു 1/4 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വലിയ പീസാക്കിയതിന് ശേഷം നമ്മളിത് കുക്കറിൽ വേവിക്കുകയാണ്. ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ബ്ലോക്കായിട്ടുള്ളൊരു പീസ്, ഈ പീസ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടുന്നു, പിന്നെ ബേ ലീവ്സ് ആണിത്, ബേ ലീവ്സ് ഇടുന്നു. പിന്നീട് അതിലേക്ക് ഈ ബീഫിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഇതൊരു 2 വിസിൽ, ഇത് ഹാഫ് വേവേ നമ്മൾ ആക്കുന്നുള്ളൂ, ഒരു 2 വിസിൽ അടിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇതൊന്ന് 2 വിസിൽ കേൾക്കട്ടെ. ഈ കുക്കറിൽ 2 വിസിൽ കേട്ടു, ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. നമ്മുടെ ബീഫ് 2 വിസിൽ കേട്ട് പകുതി വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെള്ളം വേണ്ട, നമുക്ക് ഈ ബീഫ് കഷ്ണം തന്നെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഈ ജ്യൂസ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ബീഫ് പകുതി വെന്തിട്ടുണ്ട്, ഇതിപ്പോൾ നല്ല രീതിയിൽ ആറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കിയാൽ മതി. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിനൊരു മാരിനേഷന് നമുക്ക് കൊടുക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബീഫിന് ഒരു കോട്ടിങ് കൊടുക്കണം. ഇത് നല്ല എരിവുള്ള മുളക് ക്രഷ് ചെയ്തെടുത്താണ്, ഇതിന് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഇത് കളറിനുള്ളതാണ്. ഇതൊരു 1/2 സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നീട് ഇത് ഇഞ്ചി അരച്ചതാണ്, അതൊരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അരച്ചതും ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നീട് അതിലേക്ക് കുരുമുളക് പൊടി, അതും ഒരു 1/4 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ്, ഒന്ന് തീർത്തും പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരു 1/4 ടീസ്പൂണോളം ഇടുന്നു. പിന്നീട് ഇതിനാവശ്യമായ ഉപ്പ് നമ്മൾ അല്പം ഇതിനിട്ടതാണ്, പക്ഷെ എന്നാലും ഇതിനകത്ത് അധികം പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയിട്ടിട്ടാൽ മതി. പിന്നീട് ഇതിലേക്ക് ചെറുനാരങ്ങ, 1 മുറി ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ചേർക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് നമ്മൾ 1 സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർത്താൽ മതി. ഒരു സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില, ഇതിലേക്ക് ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം.
നല്ല രീതിയിൽ മുട്ട വെള്ളയും കൂടെ ചേർത്തത് കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ഇതിലിട്ട് പുരട്ടി വെക്കണം. ഇത് നല്ല രീതിയിൽ മിക്സാക്കി കുറച്ചും കൂടിയും കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു ഓവർനൈറ്റ് വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് പിന്നീട് നമുക്ക് കുറച്ച് പൊടികൾ ഇതിലിടാനുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. വറുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ചേരുവകൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഇത് നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര എരിവാണോ, കുരുമുളക്, കാശ്മീരി മുളക്, എരിവുള്ള മുളക് എല്ലാം ചേർന്നു നല്ല എരിവായിരിക്കുന്ന. ഇല്ല, ഇത് വറുത്ത് വരുമ്പോൾ അധികം എരിവുണ്ടാവില്ല. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു നൈറ്റ് ഫുൾ ഇരുന്നാലും നല്ലതാണ്, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് ബീഫ് നമ്മൾ മുളകൊക്കെ പുരട്ടി ഒരു 5-6 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുക്കാനായിട്ട് എടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം മൈദ ഇടുന്നുണ്ട്. ഇത് 1/2 ടീസ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ്. ഇതും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് കൂടി മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഈ വറുക്കാൻ നേരത്ത് ഈ പൊടികൾ ഇട്ടാൽ മതി, അന്നേരമാണ് കുറച്ച് ക്രിസ്പി കിട്ടുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിലിൽ വറുത്ത് പോരാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഓയിലിൽ നമുക്ക് വറുത്ത് പോരാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തു. അത് നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പുറന്തോടൊന്നും കളയണ്ട, ഇതൊന്നങ്ങ് വറുത്ത് പോരുകയാണ്. വെളുത്തുള്ളി പതുക്കെ മൂത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നമ്മുടെ ദേഹത്തേക്ക്. ഒന്ന് കീറിയിട്ട് ഇതും ഇതിലേക്ക് നമുക്കൊന്ന് വറുത്ത് പോരാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഇതിൻ്റെയൊക്കെ സ്വാദ് ഇറങ്ങിക്കോളും. നമ്മൾ ഉള്ളി വറുത്ത് കോരി ഇനി ഇതുപോലെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു വശം ആയപ്പോൾ ഒരു വശം മറിച്ചിട്ടു. ഇതിപ്പോൾ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ബീഫ് മുഴുവനും നമ്മൾ ഇതുപോലെ വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഓയിലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. ഇതൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു BDF ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.